ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോമോസ് റെസിപ്പിയാണ്. അതായത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ മോമോസ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതിപ്പം മിക്കവരും കഴിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ ഇപ്പോൾ ഇതൊരു 1/4 കിലോളം ചിക്കനുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം ഞങ്ങൾ ഇതൊന്ന് ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് രീതിയാണോ ചിക്കൻ കഴുകുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോകും. അപ്പം നമുക്കതൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകിയപ്പോൾ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, നിങ്ങൾക്ക് കാശ്മീരി ആണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അതിടാം. ഞങ്ങളിപ്പോൾ സാധാ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളകില്ലേ, അത് പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇത് കുരുമുളക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മസാല ഉണ്ടെങ്കിൽ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 4 വേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു 20 മിനിറ്റ് നല്ലപോലെ വയ്ക്കണം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ കുഴച്ചിളക്കി വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാ മോമോസിൻ്റെ സെയിം റെസിപ്പി അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് എൻ്റെ ചേച്ചി അവളുടേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ചൊരു പ്രത്യേകതരം മോമോസ് റെസിപ്പിയാണ്. അപ്പം പ്രത്യേകതരം എന്ന് പറയുമ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ മോമോസ് കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മോമോസിൻ്റെ ബേസ് തയ്യാറാക്കാം. അതിന് വേണ്ടത് ആദ്യം കുറച്ച് മൈദാമാവാണ്. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് ചെറു ചൂടുള്ള വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് സാധാ നമ്മുടെ ചപ്പാത്തി മാവ് നനയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ചെറു ചൂടുള്ള വെള്ളം വേണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇത് നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ മാവ് നല്ലപോലെ അഴിഞ്ഞു വരത്തുള്ളൂ. അപ്പം നമ്മുടെ മാവ് ദേ നല്ലപോലെ കുഴച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യണം. എന്നാലേ മാവ് നല്ലപോലെ അയഞ്ഞു വരത്തുള്ളൂ, ലൂസായി വരില്ലേ, അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ സാരമില്ല, ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആക്കല്, ഒരു ഇടയ്ക്ക് നല്ല ഫ്രൈയും ആക്കരുത്, പക്ഷേ നല്ലോണം വേവുകയും വേണം. ആ ഒരു രീതിയിൽ അങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സവോളയൊക്കെ വാട്ടിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വേറെ എണ്ണയാണ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഈ എണ്ണ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു 1-2 സവോള, നിങ്ങൾക്കിപ്പം ഞങ്ങളിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു എണ്ണ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് ചിക്കൻ വറുത്ത എണ്ണയല്ലേ, അപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്ത ചിക്കൻ്റെ ആ ഒരു ചീനച്ചട്ടി തന്നെയാണ് ഇത്. അപ്പം ഞങ്ങളത് വറുത്ത് കഴിഞ്ഞ് ചിക്കൻ ആറാൻ വെച്ചപ്പോഴത്തേക്ക് ഇതൊന്ന് കഴുകിയെടുത്ത്, ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണ്ടേ, അപ്പം നല്ലപോലെ ഇളക്കുക. ഇനി കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, ഒരു ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ നമ്മൾ ചിക്കന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരു ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ വേവിക്കുക. ഇതിപ്പം ഒരു 1-1.5 സവോളയോളം ഉണ്ട് ഇത്.
അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ നല്ലപോലെ ആ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം, അല്ല നിങ്ങൾക്ക് അരിഞ്ഞാണോ ഇഷ്ടം അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എത്രത്തോളം കുരുമുളക് പൊടി ഇതിലിടുന്നു അത്രത്തോളം ടേസ്റ്റാണ്, നല്ല എരിവിയാണ്. നിങ്ങൾക്ക് എരിവിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ ഇടണ്ട. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണിപ്പോൾ ഇതിൻ്റെ മിക്സ്, നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മിക്സാണിത്. അപ്പം ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് വേവിക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യാം. അപ്പം ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോയാ സോസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, ഞാനത് പ്രത്യേകം ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്ന മാവ് ഇപ്പം നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഉണ്ടകളായിട്ട് ഉരുളയായിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മൊമോസിനുള്ള അത്രയും ഫില്ലറുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ അകത്ത് വെക്കുന്ന ഫില്ലർ നമുക്ക് അത്രയുണ്ട്. പിന്നെ മാവും ഒരു 10-11 മോമോസ് തികയും. അപ്പോൾ ഇപ്പം നമ്മൾ അത് നല്ലപോലെ പരത്തിയെടുക്കണം. ഇത് മാക്സിമം എത്രത്തോളം പരത്താവോ അത്രത്തോളം പരത്തിയെടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് മോമോസിൻ്റെ കറക്റ്റ് ഷേപ്പ് വരാൻ പോകുന്നത്. ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഞൊറി എടുക്കത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കണം. ചുറ്റും എടുത്ത് ഇങ്ങനെ കുമളകളായിട്ട് നമ്മളിങ്ങനെ ബണ്ടായിട്ട് വെക്കത്തില്ലേ, അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതേ കണ്ടില്ലേ, ചെറിയ പ്ലേറ്റായിട്ട് ഇങ്ങനെ സാരിക്ക് പ്ലേറ്റ് പിടിക്കുന്ന പോലെ എടുത്ത് ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് എല്ലാം കൂടി ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് നല്ലപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള കുറച്ച് മാവ് അതിൽ നിന്നെടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിത് ആവിയിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഇടിയപ്പച്ചെമ്പില്ലേ, അതൊരു 10 മിനിറ്റ് നല്ലപോലെ ആവി വരാൻ വെക്കുക. ശേഷം ഈ മോമോസ് എടുത്ത് അതിൽ വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുഴിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് കുഴപ്പമില്ല, അല്ലാത്തേക്കാണെങ്കിൽ കുറച്ച് അകത്തി വെക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ്, ഒരു 20 മിനിറ്റ് വേവുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റ് മോമോസാണ്. നമുക്ക് ചട്നി ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. ബൈ.